അല്ല 24 എന്ന് പറയുമ്പോൾ ഇപ്പം ശ്രീകണ്ഠ സാർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇന്നോവേറ്റീവായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഇന്നോവേറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തോളൂ എന്ന് പറയാൻ നമുക്കൊരു സപ്പോർട്ട് തരുന്ന കൂട്ടത്തിലാണ്. ഇന്നും 2K കിഡ്സ് മമ്മൂക്ക ഇടുന്ന ഒരു ഷർട്ട് അത് ഏതാണ്, അല്ലെ ആ വാച്ച് അത് ഏതാണ്, യൂസ് ചെയ്യുന്ന ഫോൺ ഏതാണെന്ന് സെലക്ട് ചെയ്യെങ്കിൽ ആ മനുഷ്യന്റെ ഒരു ഫാർസൈറ്റ്നെസ് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞ് കിട്ടുന്ന ഒരു 2-3 മണിക്കൂറുകൾ അല്ലെങ്കിൽ 4 മണിക്കൂർ ഞാൻ അന്നേരം ആ കുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു കണ്ടന്റ് അപ്ഡേഷൻ നടക്കത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ കരിയറിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് ഈ ഓടി വന്ന് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്തിടാം, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തിടുന്നതിൽ നല്ലതാണല്ലോ. എനിക്ക് അത്രയും പൈസ ചെലവാണ്, പക്ഷെ ഞാൻ അതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് 1-2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതൊരാളിന് കൊടുത്ത് ഒഴിവാക്കുക, മീൻസ് ഒഴിവാക്കുക എന്നല്ല, ആ ആളിനും ഒരു പ്രയോജനമാണ്, നല്ലൊരു ഇത് കിട്ടുകയും ചെയ്യും. വലിയ പൂവുള്ള സാരി എടുക്കണ്ട. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഒരു ജോലി കിട്ടിയിട്ട് സ്വന്തം കാലിൽ നിന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നത് വരെ ഒരുമാതിരി ഒരു കാര്യം എൻ്റെ ഇഷ്ടത്തിന്. അപ്പൊ അമ്മ പറയും ഇന്ന ഉടുപ്പ് മതി എന്ന് പറഞ്ഞാൽ ആ ഉടുപ്പ്, ടീച്ചിങ്ങിന് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നിൽ LLBക്കോ അല്ലെങ്കിൽ MSW ഒക്കെ പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ വേണ്ട, ടീച്ചിങ് നിനക്ക് BDSന് അഡ്മിഷൻ കിട്ടിയപ്പോൾ അതിന് പോയില്ല, അതിന് പോകാൻ പറ്റത്തില്ലെങ്കിൽ നീ ടീച്ചിങ് മതി. തന്നെ പുലയപ്പാട്ട് എന്ന് പറയുന്ന ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴാണ് ആ ഒരു സമൂഹം ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിങ്ങൽ കഴിഞ്ഞിട്ട് ആ വ്യക്തി ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ലാസ്റ്റ് പേജ് വരുമ്പോഴേ എനിക്കറിയില്ല, ഞാൻ ഒരു ശകലവും ശബ്ദം ഉണ്ടാക്കാതെ കുറേ നേരം ഇങ്ങനെ കണ്ണുനീരിങ്ങനെ. അപ്പോൾ ഇത്തരം പ്രോഗ്രാമിനൊപ്പം അമേരിക്കയുടെ വ്യത്യസ്തമായ വശങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്ന മറ്റൊരു പ്രോഗ്രാമാണ്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? അത് അമേരിക്കൻ ഡയലോഗ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പം നമുക്ക് 24 USA എന്ന് പറയുന്ന നമ്മുടെ 24ൻ്റെ തന്നെ ഒരു വിങ് ഉണ്ട്. അത് മധു കൊട്ടാരക്കര എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്ന്. അദ്ദേഹമാണ് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പം നമ്മൾ വളരെ ലളിതമായിട്ട് ഏറ്റവും എന്താ പറയുന്നത് ഒരു കുഞ്ഞു ചുവട് വെക്കുക എന്ന് പറയുന്ന രീതിയിലാണ് ഈ അമേരിക്കൻ ഡയലോഗ് എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മധുചേട്ടൻ ഇതുപോലെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളും പറയും, നമുക്കിതൊരു പോസിറ്റീവായിട്ടുള്ള ചർച്ചയാക്കി മാറ്റണം. പിന്നെ ഒരുപാട് അതിനകത്ത് ചിലപ്പോൾ അടിപിടിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, നമ്മൾ ഈ ട്രംപും ബൈഡനും ഒക്കെ പറഞ്ഞ്. അത് പക്ഷേ ഒരു രസകരമായ രീതിയിലാണ്, അല്ലാതെ നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ തമ്മിൽ ആ ഗസ്റ്റുകൾ നമ്മൾ പേഴ്സണലി അറിയുന്നവരാണ്. അപ്പം ആ രീതിയിൽ വളരെ കോഡിയലായിട്ടുള്ള ഒരു ചർച്ച, അതേസമയം തന്നെ കൃത്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു വിചാരവും ഇല്ലായിരുന്നു ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കാണുന്നവർക്ക് തന്നെ എന്താ ഇത് ആര് കാണാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ 250 എപ്പിസോഡിന് മുകളിലായി, ഒരു 1000-ഓളം ഗസ്റ്റുകൾ, അത് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഗസ്റ്റുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അതിൽ വന്നുപോയി. അപ്പൊ അത്രയധികം എപ്പിസോഡുകൾ പോകുന്നു, കുറെ ആൾക്കാർ അത് കാണുന്നു, ചില എപ്പിസോഡുകൾ ഒരുപാട് പേര് കണ്ടുപോകുന്നു. അത് ടോപ്പിക്കിന്റെ റെലവൻസ് അനുസരിച്ചാണ്. 24ന്റെ ഒരു സാഹചര്യം ഇത്തരം പുതിയ മിക്ക ഇടങ്ങളിലൊരു പ്രധാനപ്പെട്ട വിഷയം, പുതിയൊരു സംഭവം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിലുള്ളത് പോലത്തെ ഒരു വിഷയം ഇതിനകത്തുമുണ്ട്. അതിനകത്തുള്ളൊരു പുതിയ അറ്റ്മോസ്ഫിയർ എങ്ങനെ സഹായിച്ചു? അല്ല 24 എന്ന് പറയുമ്പോൾ ഇപ്പം ശ്രീകണ്ഠ സാർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇന്നോവേറ്റീവായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഇന്നോവേറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തോളൂ എന്ന് പറയാൻ നമുക്കൊരു സപ്പോർട്ട് തരുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ വിങ്ങിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനാണ് ശ്രീരാജ്. അപ്പോൾ ശ്രീകുട്ട നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ, ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞൊരു കോൺസെപ്റ്റാണ്, കൂടുതൽ സമയം എടുത്ത ആൾക്കാർ ഇപ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ ഒരു മൈക്രോ എക്സ്പ്ലെയിനർ, അതെന്താ ശ്രീകുട്ട നമുക്ക് ചെയ്താൽ, നമുക്ക് 1 മിനിറ്റിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയുക, അതിനെന്താ നമുക്ക് ചെയ്യാമല്ലോ, അതിൽ താമസമൊന്നുമില്ല, എന്നാൽ നമുക്ക് ആലോചിക്കട്ടെ, ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഓക്കെ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദാറ്റ് എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കും തോന്നി 2-3 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി എന്തിനാ വെറുതെ പറഞ്ഞ് നമ്മൾ സമയം കളയുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ നമുക്ക്. അപ്പം നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് നല്ല ടോപ്പിക്ക് വരുമ്പോൾ ഒരുപാട് പേര് അത് കണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ സാറിനോട് മോർണിംഗ് വാക്ക് എന്ന് പറയുന്നത്, സാർ നമുക്ക് മോർണിംഗ് 6 to 7 ആൾക്കാരെ ഒന്ന് പോസിറ്റീവായിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രോഗ്രാം, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് അവരുടെ ആരോഗ്യം അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറ്റിക്കൊണ്ട് നമ്മളോട് കുറച്ച് സംസാരിക്കുക, അതേസമയം വാർത്തകൾ നമ്മൾ പങ്കുവെക്കുക, ഒരു നെഗറ്റീവ് അല്ലാത്ത രീതിയിൽ പോകുന്ന ഒരു സംഭവം. സാർ അതിനെന്താ 3-ാമത്തെ ദിവസം ഈ സാധനം തുടങ്ങി. അപ്പം ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ, ചില കാര്യങ്ങൾ പറയുമ്പം സാറിൻ്റെ ഒരു
എക്സ്പെർട്ടൈസിൽ സാറിന് മനസ്സിലാവും, ഓ ഇത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ സാർ അതിന്റെ കാര്യം നമുക്ക് പറഞ്ഞുതരും, ഇന്ന പോലെ ഇന്നത് അത് അങ്ങനെ നടക്കില്ല എന്നും പറയുക മാത്രമല്ല, എൻ്റെ കൃത്യമായ ഒരു കാരണം പറയും, കൃഷ്ണ അത് ഇന്നതാണ് അതിന്റെ കാര്യം. അപ്പൊ എനിക്കത് കൃത്യമായി ബോധ്യം ഉണ്ടാവും, ഇതുകൊണ്ടാണ് സാർ അത് പറഞ്ഞതെന്ന്. അപ്പൊ ആ രീതിയിൽ നല്ല ആശയങ്ങളെ സ്വീകരിക്കുകയും ഇപ്പോൾ ഒരു ആശയങ്ങളുടെ ഒരു പാളിച്ച ഉണ്ടെങ്കിൽ നമുക്കത് വർക്കൗട്ട്, അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാലോ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഈ രണ്ട് നട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടോട്ട് വെക്കാം എന്ന് പറയുന്ന ആ ഒരു ഇത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ്, ഞാൻ അവിടെ കംഫർട്ടബിൾ ആണെങ്കിൽ ഇപ്പോൾ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ ഒരു ഇപ്പൊ സാർ എന്നെ സംബന്ധിച്ചിടത്തോളം 24-ൽ എന്നെ ഈ പറയുന്ന 8 വർഷത്തോളം ആവുന്നു. ആ 8 വർഷത്തോളം പിടിച്ചു നിർത്തുന്ന ഈ ഒരു ശ്രീകണ്ഠ സാറിന്റെ ഒരു ലീഡർഷിപ്പാണ്, അദ്ദേഹത്തിന് തരുന്ന ഒരു പോസിറ്റിവിറ്റി. ഞാൻ ഇടയിലൊരു പ്രോഗ്രാമിടയിൽ കേട്ടു, ഈ ഫാഷനെ കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് ഫാഷൻ താല്പര്യമുണ്ട്. അപ്പോൾ ക്രിസ്റ്റിന ഇത് വിട്ടിട്ട് ഫാഷൻ ഇതിലേക്ക് പോകും? ഇല്ല, ഞാൻ പോവില്ല. അതെ, അല്ല അത് ഈ പറയുന്നത് അതും കൂടെ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമുള്ള ഒരുപാട് ഏരിയ ഉണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ഫാഷൻ, പുതിയ പുതിയ വസ്ത്രങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും പെട്ടെന്ന് അങ്ങ് ബോറടിക്കും. അപ്പോൾ പെട്ടെന്ന് ബോറടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇന്നോവേറ്റീവായിട്ട് അടുത്ത ദിവസം എങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ മമ്മൂക്കയുടെ ഒരു പേഴ്സണൽ ഫാനാണ്. അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഷാർപ്പൻ ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചോളൂ. ഇന്നും 2K കിഡ്സ് മമ്മൂക്ക ഇടുന്ന ഒരു ഷർട്ട് അത് ഏതാണ്, അല്ലെ ആ വാച്ച് അത് ഏതാണ്, യൂസ് ചെയ്യുന്ന ഫോൺ ഏതാണെന്ന് സെലക്ട് ചെയ്യെങ്കിൽ ആ മനുഷ്യന്റെ ഒരു ഫാർസൈറ്റ്നെസ് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് എന്ന് പറയുന്നത് നമ്മൾ പറയണല്ലോ. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ലൈഫിൽ എനിക്കാനിരിക്കുന്ന കുട്ടിയുടെ അപ്ഡേഷൻസും പുള്ളി ഇന്നേ ചിന്തിച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ്. അതെ, അപ്പൊ അങ്ങനെയുള്ള ഒരു അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ സമയം അനുസരിച്ച് നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ 24-ൽ തന്നെ ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് ഓഫറുകളൊക്കെ വന്നാലും അവിടെ നിലനിൽക്കുന്നതിന്റെ ഒരു കാര്യം SKN സാറാണ്. സാറ് തരുന്ന ഒരു പോസിറ്റിവിറ്റി. ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, എത്രയോ ജനങ്ങളെ ആ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഷോയിലൂടെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു കഴിവ്, അത് ചെറിയ കാര്യമല്ല. അതെല്ലാവർക്കും പറ്റില്ല. അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന ഫോക്കസും എനർജിയും കൊടുക്കുന്നതിന്റെ ഒരു കാര്യം, അദ്ദേഹം ലഹരി ഉപയോഗിക്കാറില്ല. സാറ് ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കത്തില്ല. സാറിന്റെ ലഹരി അല്ലെ പാഷൻ എന്ന് പറയുന്ന ഈ ജോലിയാണ്. രാവിലെ അതിനകത്ത് വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സമയം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം വൈകുന്നേരം പോയി രണ്ടടിച്ച് ബോധമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനുണ്ടാവില്ല, തളർന്നു കുത്തിയായിരിക്കും വരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. അദ്ദേഹം പുതിയ പുതിയ ആശയങ്ങളാൽ ഇൻസ്പയർഡ് ആയിട്ട് ലഹരി ഉപയോഗിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നല്ല ഫോക്കസ് കിട്ടും. അപ്പൊ ഞാൻ എപ്പോഴും പുതിയ തലമുറയോട് പറയുന്നവരോ, ഞാനും ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ഒരു പ്രോമിസ് ആണ് അത്. ഇന്ന് അമ്മ ജീവിച്ചിരിപ്പില്ല, പക്ഷെ ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ലഹരി ഉപയോഗിക്കില്ല. ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്കുള്ള ഒരുപാട് മെച്ചമുണ്ട്. എനിക്ക് അഡീഷണൽ സമയം കിട്ടുന്നുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാളിനോട് വളരെ നല്ലത്. അപ്പൊ നമുക്ക് രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഒരാൾ ബോധമില്ലാതെ സംസാരിക്കുകയും, അപ്പം ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനോടുള്ള എന്തൊരു ഡിസ്റെസ്പെക്റ്റ് ആണത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അതാണ്. ഇപ്പൊ ഞാൻ അപ്പൊ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യും, പക്ഷെ ഉപയോഗിച്ചതിന് ശേഷം എന്നോട് സംസാരിക്കരുത്. അതാണ് എൻ്റെ ഒരു പോളിസി. അത്തരത്തിലൊരു കമ്പനിയിൽ പോയിരിക്കാനും എനിക്ക് പറ്റില്ല. അപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ സാറിന്റെ ഹെൽത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തായി സാർ ഇത്രയും യങ് ആയിട്ടിരിക്കുന്നത്, ഇത്രയും എനർജി എങ്ങനെയാണ്? അതെ അതെ, ഇങ്ങനെ നിൽക്കുന്നത് എന്താണ്? മമ്മൂക്കയുടെ കാര്യം ആൾക്കാർ ചോദിക്കുന്നത്, ഇവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ ഇത്രയും ഒരു പോസിറ്റീവായിട്ട് നിർത്തുന്ന ഒരു ഘടകമെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഒരു എനർജിയാണ്, അറിയാമല്ലോ. ഇപ്പൊ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ്. ഒപ്പം മാനസികമായ സന്തോഷം എല്ലാ സമയത്തും നേടിയെടുക്കാൻ. അപ്പം ഞാനത് മറ്റൊരു കാര്യം പറയാൻ വന്നു. അപ്പോൾ ഈ മോർണിംഗ് ന്യൂസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഏറ്റവും എനർജറ്റിക് ആയിട്ട് ആൾക്കാരുടെ വ്യായാമത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും കുറച്ചധികം നാളുകൊണ്ട് നമ്മൾ ഈ 24 കാണുന്ന സമയം മുതൽ ചേച്ചി ഇങ്ങനെ തന്നെയാണ്. ചേച്ചി ഈ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? കാരണം ഭയങ്കര തിരക്കേറിയ ഒരു ലൈഫ് സ്റ്റൈലാണത്. എൻ്റെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്ത് കാര്യവും അങ്ങ് ഇഷ്ടപ്പെട്ട് ചെയ്യുക, കഷ്ടപ്പെട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതേസമയം തന്നെ നമുക്ക് ചിലപ്പോൾ ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒന്നും നടക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാനുഷികമായ നിരാശയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത്, എത്ര സമയം എൻഗേജ്ഡ് ആയിട്ടിരിക്കാമോ അത്രയും സമയം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എൻഗേജ്ഡ് അല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 പേര് ഇരുന്നിട്ട് വേറൊരുത്തൻ്റെ കാര്യം പറയും, ഓ അവൻ എങ്ങനെയാണ്, ആളിന് മെസ്സേജ് അയച്ചോ, അവരെന്താ സംസാരിച്ച്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് എന്താ സാധിക്കാനുള്ളത്? അതിനകത്ത് നമുക്കൊന്നും സാധിക്കാനില്ല, മറ്റൊരാളിനെ കുറിച്ച് ആവശ്യമില്ലാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ രാവിലെ 4:45 ഓഫീസിൽ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 കൃത്യമായ സമയത്തിന് പഞ്ച് ചെയ്യണമെന്ന്
ഡിസിപ്ലിൻ അല്ലെ നമ്മുടെ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ 5 മണി ഷിഫ്റ്റിൽ 5 മണിക്ക് തന്നെ എത്തുക, അതിനുശേഷം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ. അപ്പോൾ ഇതിൽ കൂടുതൽ ഇപ്പം മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ സാർ പറയും നമുക്കൊരു കച്ചവട സ്കില്ലുണ്ടല്ലോ, അപ്പോൾ കുറച്ച് മാർക്കറ്റിംഗ് ചെയ്താൽ എന്താ, വൈ നോട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ എഫേർട്ട് അവിടെ ഇടേണ്ടി വരും, എക്സ്ട്രാ സമയം ചെലവഴിക്കേണ്ടി വരും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഹാർവാർഡിൽ പോയിട്ട് ഒരു MBA ഇത്ര രൂപ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആ എക്സ്പീരിയൻസ് ആണ് പ്രാക്ടിക്കലി ഞാൻ ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാ ദിവസവും എനിക്ക് എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കണം എന്നുള്ള, അത് വലിയൊരു കാര്യമൊന്നും ആയിരിക്കത്തില്ല, ഇപ്പോൾ ഭയങ്കര ഒരു സംഭവമൊന്നും ആയിരിക്കില്ല, ഒരു ചെറിയ വാക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മോർണിംഗ് വാക്ക് എന്ന് പറയുന്നത്. നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരെ കാണുന്നു, അവരുമായിട്ട് സംവദിക്കുന്നു. അതുപോലെ നമ്മുടെ ആങ്കേഴ്സ് ആണെങ്കിലും ഒരു വളരെ സപ്പോർട്ടീവാണ്. അങ്ങനെ അപ്പം നമ്മുടെ ദിവസത്തിന്റെ തുടക്കം തന്നെ നന്നായല്ലോ. പിന്നെ ഈ പറയുന്നത് പോലെ മാനുഷികമായിട്ട് പലതരത്തിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് വരും. പക്ഷെ അതൊന്നും ഒരു സ്റ്റേ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഒരു സാധനം വന്നാൽ തന്നെ പോട്ടെ, നമ്മളാണല്ലോ നമ്മളോട് ക്ഷമിക്കേണ്ടത്, നിനക്ക് അബദ്ധം പറ്റിയ സാരമില്ല ക്രിസ്ത്യൻ, നമുക്ക് അടുത്ത ഈ വണ്ടി തള്ളാൻ വേറെ ആളുടെ ആവശ്യമില്ല. സ്വയം എനിക്ക് ചായ മേടിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ആൾക്കാർക്ക് വട്ടാണെന്ന്. പക്ഷെ ഈ പറയുന്നത് പോലെ നമുക്കൊരു മീ ടൈം വേണമെന്ന് ഒരു അഭിപ്രായമുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. ചിലപ്പം ഇങ്ങനെ ഒന്ന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻഡ് ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒബ്രോൺ മാളിൽ പോയി ചിലപ്പോൾ ഒരു പുസ്തകമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കണ്ടന്റ് കണ്ടുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്, ഒരു ചായ വാങ്ങിച്ച് എനിക്ക് തന്നെ കൊടുക്കും. ചിലപ്പോൾ ഞാൻ അത് താഴെ കടയിൽ പോയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് നല്ല റാപ്പ് ചെയ്തിട്ട് എനിക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കും. നമ്മളിതൊന്നും വേറൊരാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും അങ്ങനെ ഒരു മീ ടൈം വേണം. അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ആൾക്കാരോട് സംസാരിച്ചതിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ. ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് വിളിച്ചു ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് ചിലപ്പോൾ പറയണ്ട. അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലി എത്രത്തോളം റിഫൈൻ ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ ചെയ്തിരുന്നത് കുറച്ചുകൂടെ നല്ലതായിരുന്നല്ലോ. അപ്പൊ നമ്മളെ തന്നെ ഒന്ന് റിവ്യൂ ചെയ്യാനുള്ള ഒരു സമയം, നമുക്കൊന്ന് സന്തോഷം കൊടുക്കാനുള്ള ഒരു സമയം, അതൊക്കെ വേണം എന്നുള്ള കൂട്ടത്തിലാണ്. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം നമുക്കൊരു സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്ന് ഇക്കിഗായി എന്ന് പറയുന്ന പുസ്തകവും പറയുന്നതാണല്ലോ. നമുക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ, നമ്മുടെ ഒരു ചോയ്സാണ് ഹാപ്പി ആയിട്ടിരിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഒരു പരിധി വരെ നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇടപെടുക, നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ജീവിത സന്ദേശങ്ങൾ നമുക്ക് തരുന്ന പകർന്നു നൽകുന്ന പുസ്തകങ്ങളാണോ അധികം വായിക്കുന്നത്? അതെ അതെ. കാരണം ഞാൻ ഒരു കാലത്ത് ഈ പറയുന്ന പോലെ ഞാൻ ആദ്യം വായിച്ച ബുക്കുകൾ, നമ്മൾ ബാലരമയൊക്കെ വായിച്ചു തുടങ്ങും. അത് നമ്മൾ ഈ പറയുന്നത് പോലെ ഓരോ ആഴ്ചയും മായാവി എന്തായിരിക്കും, ലുട്ടാപ്പി എന്തായിരിക്കും എന്നൊക്കെ നോക്കിയിരിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5ാം ക്ലാസ് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് എനിക്ക് വായിക്കാൻ കിട്ടിയത് ഞങ്ങളുടെ നാട്ടിൽ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് ബുക്ക് തരുന്ന ഒരു ലൈബ്രറി സംവിധാനം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലെ കുട്ടികളൊക്കെ വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പൗരസമിതി എന്ന് പറഞ്ഞൊരു വായനശാലയുണ്ട്. അപ്പോൾ അവിടുന്ന് ചില ആൻറ്റിമാർ ബുക്കുകൾ നമുക്ക് വീട്ടിൽ കൊണ്ടുതരും, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്ത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന വലിയൊരു ബുക്കാണ് അത് നമ്മുടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അത് ആ ഏജിൽ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയാണ്. മാത്രമല്ല ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഈ ദാസൻ തിരിച്ചു പറഞ്ഞാൽ അവൻ്റെ അച്ഛനും അമ്മയും എന്ത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന, അപ്പോൾ അവൻ പഠിച്ച് നല്ല ഒരു ഇതാണ്. അപ്പോൾ എന്നിട്ട് എനിക്ക് മുകുന്ദനോട് അങ്ങ് ദേഷ്യം വരുക, എന്തിനാ ഇങ്ങനെ ദാസനെ കൊണ്ട് ആ രീതിയിലേക്ക് അങ്ങ് ആ കഥ അങ്ങ് ട്രാജഡി ആക്കി മാറ്റിയത്. പക്ഷേ എന്നാലും ആ കഥ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. ഞാൻ പിന്നെ മയ്യഴിയിൽ എല്ലാ വർഷവും പോകുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ടാണ് മയ്യഴിയോടും, എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്, അപ്പോൾ അവൾ വരുമ്പോഴെല്ലാം എല്ലാ വർഷവും നമ്മൾ പോകും. അപ്പൊ ആ പുസ്തകത്തിൽ നിന്ന് തുടങ്ങി മുകുന്ദന്റെ എല്ലാ ബുക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ കുറ്റാന്വേഷണ കഥകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. അഗത ക്രിസ്റ്റി, ഷെർലക് ഹോംസും മുഴുവൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള താല്പര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ. ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഞാൻ വായിക്കുന്നത് മുഴുവൻ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന പുസ്തകങ്ങൾ. അപ്പൊ നമുക്ക് തന്നെ ഒരുപാട് കറക്ഷൻസ് വേണം. പക്ഷെ മറ്റു പുസ്തകങ്ങളും അതോ നമ്മുടെ ജീവിതത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്, നല്ലതുപോലെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പുലയപ്പാട്ട് എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴാണ് ആ ഒരു സമൂഹം ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ, അയ്യോ അതിൽ കൂടി ഇങ്ങനെ ഞാൻ അതെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ പാട്ടുകളാക്കി മാറ്റുമ്പോഴുണ്ടാകുന്നൊരു അതെ അതെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിങ്ങൽ കഴിഞ്ഞിട്ട് ആ വ്യക്തി ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ലാസ്റ്റ് പേജ് വരുമ്പോഴേ എനിക്കറിയില്ല, ഞാൻ ഒരു ശകലവും ശബ്ദം ഉണ്ടാക്കാതെ കുറേ നേരം ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ആ പുസ്തകം നമുക്കൊരു സന്തോഷമാണ്. കാരണം ആ ഒരു സമൂഹം അനുഭവിക്കുന്ന ആ ഒരു വേദനയിൽ നിന്ന് ഒരാൾക്കെങ്കിലും അതിൽ മുക്തി കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ശരിക്കും നമ്മൾ വിചാരിക്കും അവർക്കെന്താ, അവർ മനുഷ്യരല്ലേ, അവർക്ക് ഫീലിങ്സ് ഇല്ലേ, അപ്പോൾ അവരോട് അങ്ങനെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിലും പലർക്കും എന്താ പറയുക
പറയുന്ന പല ആൾക്കാരെയും ഉൾക്കൊള്ളാനൊക്കെ ഒരു പ്രയാസമുള്ള ഇതുണ്ട്. പക്ഷെ അത് വായിക്കുമ്പം അവരുടെ മനസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ നമ്മുടെ ആടുജീവിതം വായിച്ചിട്ടൊരു 3 മാസത്തേക്ക് എനിക്ക് ഒരു അതെ, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ചില തിരുത്തലുകളൊക്കെ അപ്പൊ അങ്ങനെ കുറേ പുസ്തകങ്ങൾ ആ രീതിയിൽ വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഫിക്ഷൻ വായിക്കാറുണ്ട്. പക്ഷെ കൂടുതലും വായിക്കുന്നത് ഈ പറയുന്നത് പോലെയുള്ള വിഭാഗത്തിലുള്ള പുസ്തകങ്ങളാണ്. കാരണം അത് വേറൊന്നുമല്ല, നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, പോസിറ്റീവായിട്ട് വരുന്ന മാറ്റങ്ങൾ, അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും സഹായം, മിനിമം ഒരാൾക്ക് നമ്മൾ ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുമല്ലോ എന്ന് പറയുന്നൊരു ചിന്തയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു അനുഭവം എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പുലിയപ്പാട്ട് വായിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുമ്പോൾ ഈ ഒരു സങ്കടം എനിക്ക് വന്നിട്ടുണ്ട്. മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇനാക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ ലോങ് പ്രോസസ്സ് പെട്ടെന്ന് വന്നിട്ട് ഈ പറഞ്ഞ പോലെ കരച്ചിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കും. നമ്മളിപ്പോൾ ഇനി അടുത്ത സിനിമകൾ കാണുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തിരഞ്ഞെടുക്കുന്ന അതിനുള്ള സമയം കിട്ടുന്നുണ്ടോ? അല്ല, സിനിമ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ആടുജീവിതം വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തോളം എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുക. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈ മനുഷ്യന്റെ വേദന, അയാൾ കടന്നു പോയിട്ടുള്ള നമുക്കൊരു എമ്പതി ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, അതങ്ങനെ ചെറുപ്പം തൊട്ടുള്ള ഒരു ഫീലാണ്. ഇപ്പോൾ ഒരാൾ എൻ്റെ ശരീരം വേദനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് വേദനിക്കുന്ന ഒരു ഇതാ എന്ന് പറഞ്ഞതുപോലെ ഒരു സിനിമയിലാണെങ്കിലും ഒരു കഥാപാത്രം വേദനിക്കുന്ന, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക, അക്രമം എന്ന് പറയുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, വെള്ളിമുങ്ങ, പഞ്ചാബി ഹൗസ്, പ്രേമലു, ഇതൊക്കെ പോലെയുള്ള ഫീൽ ഗുഡ് മൂവീസ്, അല്ലെങ്കിൽ കുറച്ച് കോമഡി, നല്ല കളർഫുൾ ആയിട്ട് നല്ല പാട്ടുകളൊക്കെ ഉള്ള സിനിമയാണ് എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ അങ്ങനെ ഒരു സിനിമയൊന്നും കാണുന്നില്ല. ഞാൻ അവസാനം കണ്ട ഒരു സിനിമ എന്ന് പറയുന്നത് പ്രേമലുവാണ്. ചില സിനിമകൾ കാണുമ്പോൾ എന്തിനാണ് ഇതിനകത്ത് ഇന്നാളിനെ തല്ലിയത് എന്ന് നമുക്കൊരു സംശയം തോന്നുന്ന ഇതുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് എന്നെ അത് സന്തോഷിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ കാണാതായിട്ട് കുറേ നാളായി. അപ്പോൾ നമ്മുടെ പണ്ട് കണ്ടിട്ടുള്ള സത്യനന്ദിക്കാട് സിനിമ പോലെയും കിലുക്കം പോലെയൊക്കെയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയും പോയി കാണും. കാരണം 2.5 മണിക്കൂർ നമ്മൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അതിനകത്തുള്ള എന്തെങ്കിലും 1-2 സീൻ കാണാനാണെങ്കിൽ റീൽ എടുത്ത് കണ്ടാൽ പോരെ. അപ്പം ഇത്തരത്തിലുള്ളൊരു വ്യക്തിത്വത്തിന് എങ്ങനെയാണ് നമ്മൾ ഈ വാർത്ത, വളരെ വിഷമമുള്ള വാർത്തയൊക്കെ വായിക്കാൻ പറ്റുന്നത്? അത് വലിയ പ്രശ്നമാണ്. കാരണം വാർത്തകളോട് നമ്മൾ നിർമ്മമത കാണിക്കണം. ആ വാർത്ത എന്ന് പറയുന്നത് ഒരു വാർത്തയാണ്, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എന്ന രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റാറില്ല. നമ്മളെ കൊലപാതക വാർത്തകൾ, അല്ലെങ്കിൽ ഒരാളിനെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ മോണിറ്ററി നോക്കാറേ ഇല്ല. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാനസികമായി എന്നെ ബാധിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ദുരന്ത വാർത്തകൾ, യുദ്ധവാർത്തകൾ, ന്യൂസ് റൂമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി ഞാനായിരിക്കും. കാരണം രാവിലെ നമ്മൾ 6 മണിക്ക് മുതൽ എഴുന്നേക്കുന്ന മുതൽ വെളുപ്പിന് 2 മണി വരെ മനുഷ്യന്റെ കഷ്ടപ്പാടുകളാണ്. യുദ്ധം എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പലായനം, അവനവന്റെ സ്വന്തം വീട്ടിൽ ജീവിക്കാൻ ഒരു മനുഷ്യന് അവകാശമില്ല. ഇപ്പോൾ കശ്മീരിലൊക്കെ എത്രയോ പേരാണ് അവരുടെ അവശ്യ സാധനങ്ങളും എടുത്തുകൊണ്ട്, കുഞ്ഞുങ്ങൾ, ഒരു ഫാമിലി മുഴുവനായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒരു സ്ത്രീ അതിൽ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കും. അപ്പം എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഫാക്ച്വലായിട്ടുള്ള കണ്ടന്റ് മാത്രം നമ്മൾ ബുള്ളറ്റിനിൽ അവതരിപ്പിച്ച് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിനപ്പുറമായിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ അതെന്നെ ബാധിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലായും കൂടെ ഒരു അഡ്വൈസാണ്, അഡ്വൈസ് വേണ്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ കണ്ണിൽ നിന്ന് എങ്ങനെ കണ്ണുനീര് വരാതെ ഇരിക്കും? കണ്ണുനീര് വന്നിട്ടുണ്ട് എനിക്ക്, ചിലപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ടിഷ്യൂ പേപ്പർ കിട്ടുമല്ലോ. അപ്പോൾ ഒരുപാട് ലൈവ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത്, അതായത് അപൂർവം സമയത്ത് നമുക്ക് ഞാനിത് നോക്കാറില്ല. പിന്നെ ചില കേസിലൊക്കെ ഈ പറയുന്നത് പോലെ പ്രായമായ അമ്മ ഒരു മകൻ ഉപദ്രവിക്കുക, ആ ദൃശ്യം നമ്മൾ കാണുന്നില്ലേ പോലും ആ ശബ്ദം നമ്മളെ കീറി മുറിക്കുമല്ലോ, ആ അമ്മയുടെ നിലവിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുമല്ലോ. അപ്പോൾ ചില കേസിൽ ഇപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന 3-4 പേര് ഒന്നിച്ച് മരിച്ചിട്ട് ആ മൃതദേഹങ്ങൾ കൊണ്ടവിടെ വെച്ചിട്ട്, അതുപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ആൾക്കാർ കടന്നു പോകുമ്പം ആ സമയത്തൊന്നും നമ്മളെ ഓണെയർ എടുക്കില്ല. അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുന്ന ആളാണ്. അപ്പോൾ ഓണെയർ എടുക്കാത്ത സമയത്ത് പല പ്രാവശ്യം ഞാൻ എൻ്റെ കണ്ണുനീരൊപ്പിയിട്ട്, അപ്പം നമ്മുടെ PCR ഇരിക്കുന്ന ചില കുട്ടികൾക്ക് അറിയാം ഈ കാര്യം. അപ്പം നമ്മളെ പെട്ടെന്ന് ഡൗൺ ആകും എന്നുള്ളത്. അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ ഈ പറയുന്ന പോലെ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ. നമ്മൾ അവിടെ തകർന്നില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്ത കൈകാര്യം ചെയ്യാൻ പറ്റില്ല, അത് ഇടയ്ക്ക് ഇറങ്ങി പോരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മാനസിക
മായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇത് നമ്മളെ ഒരുപാട് ബാധിക്കും. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെയുള്ള വാർത്തകളൊന്നും വരരുത് എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. അതെ, എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്, എത്രയോ നല്ല കാര്യങ്ങൾ. 100 പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്ന ഒരാളാണ്. ഈ വാർത്ത എങ്ങനെ സ്കിപ്പ് ചെയ്യാൻ കഴിയും? ഈ വാർത്ത, ഇത്തരം വാർത്തകൾ എങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാൻ കഴിയും? ഇല്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. സ്കിപ്പ് ചെയ്യാനല്ല, ഈ 100 പ്രധാനപ്പെട്ട വാർത്തകൾക്കിടയിൽ ഈ വാർത്തകളും വരുമല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് 3 സെന്റൻസേ കാണത്തുള്ളൂ. അതിന്റെ വിഷ്വൽ എന്ന് പറയുന്ന സൈഡിൽ ഒരു ചെറിയ വിഷ്വലായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ മാത്രമല്ല 100 വാർത്ത വായിച്ചു പോകുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വാർത്തകൾ, പിന്നെ അതിനകത്ത് ഈ പ്രാദേശിക വാർത്തകളൊക്കെ വരുമ്പോൾ പല സ്ഥലങ്ങളുടെയും പേരുകൾ നമ്മൾക്ക് ഒട്ടും പരിചയമില്ലാത്തതായിരിക്കും. ഇപ്പൊ കാസർഗോഡുള്ള ഒരു സ്ഥലം എനിക്ക് അറിയണമെന്നില്ല, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തുള്ള ഒരാളിന്റെ പേര്, ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരത്തിന്റെ പേര് ചിലപ്പോൾ എനിക്ക് അറിയണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും അത് വായിക്കുന്നത്. കാരണം ഇത് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതിൽ അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. പിന്നെ ഒരു 3 സെന്റൻസ് മാത്രമേ കാണത്തുള്ളൂ. നമ്മളൊരു വാർത്ത വായിച്ച് അതിൽ നിന്ന് റിപ്പോർട്ടറിന്റെ ലൈവ് ഒക്കെ എടുക്കുമ്പോൾ ആ റിപ്പോർട്ടർ പറയുന്ന നരേഷനിൽ കൂടെയും പിന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്മൾ നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ഒരു വിഷ്വലൈസേഷനിൽ കൂടെയാണ് ഇത് കൂടുതൽ നമ്മളെ ബാധിക്കുന്നത്. പക്ഷെ ഈ 3 സെന്റൻസ് വായിച്ചു പോകുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് അത്രയും അത് ടക്കയെന്നല്ലേ പോകുന്നത്. അപ്പൊ ഈ വാർത്ത കഴിയുമ്പോഴത്തേക്ക് അടുത്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു ടേൺ മാറി വരുമല്ലോ. അപ്പൊ അത് എനിക്ക് കാര്യമായിട്ട് 100 ന്യൂസിൽ അത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അല്ലാതെ ഈ പറയുന്നത് പോലെ കൊലപാതകങ്ങളാണെങ്കിലും ഉപദ്രവിക്കുന്നതാണെങ്കിലും യുദ്ധങ്ങളാണെങ്കിലും പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലും മനുഷ്യന് വേദന വരുന്ന എന്ത് കാര്യമാണെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്തരത്തില് ഇപ്പം നമ്മുടെ ന്യൂസ് അനുഭവങ്ങൾ പറഞ്ഞു, വേറൊരു ചേച്ചിയെ കുറിച്ചൊരു കാര്യം പറയുന്നത്, ഡ്രസ്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു വീട് ഉണ്ടാക്കേണ്ട ഒരാളെന്ന്. അല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പൊതുവെ നന്നായി വസ്ത്രം ധരിക്കുക, അത് പ്രസന്റബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള വസ്ത്രങ്ങൾ. അതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ടല്ല. ഒന്ന് നമ്മള് ഈ ഒരു സെക്ടറിലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ തന്നെ ഒരേപോലെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരേ കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പം ഞാൻ വിചാരിക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ചിലപ്പം ഞാൻ രാവിലെ പോയിട്ട് ഒരു ഹെയർ സ്റ്റൈലായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ബുള്ളറ്റിൻ വായിക്കാൻ ചിലപ്പോൾ ഞാൻ പറയും ഒന്നും മാറ്റിത്തരും. നമ്മുടെ മേക്കപ്പിലുള്ള കുട്ടികളോട് ഞാൻ പറയും ഒന്നും മാറ്റിത്തരുമോ ഈ ഹെയർ സ്റ്റൈല്. കാരണം അതിൽ നിന്നൊരു വ്യത്യാസം വേണം. പറ്റുവാണെങ്കിൽ ആ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇത് ഞാൻ വലിയ സമ്പന്നയായിട്ടല്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ പ്രജനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പ്രജൻ പറയും ജയലളിത കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സും ചെരുപ്പുമുള്ള ഇവരുടെ വീട്ടിൽ അടുക്കളയില്ല, ഇവരുടെ വീട്ടിൽ ആകെപ്പാടെ അടുക്കളയിലാണ് അടുക്കള വരെയാണ് ഡ്രസ്സ് വെച്ചേക്കുന്നത് എന്നിങ്ങനെ കളിയാക്കി പറയും. പക്ഷെ ഞാൻ അത് എൻ്റെ ഒരു തൊഴിലിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രസന്റബിൾ ആയിട്ട് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ധരിക്കാറുള്ളൂ. ഈ പറയുന്നത് പോലെ പെട്ടെന്ന് ഒരാളിന് കാണുമ്പോൾ അയ്യേ എന്ന് തോന്നുന്ന ഒരു ഇതായിരിക്കരുത് എന്നൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും മറ്റൊരാളുടെ കണ്ണിന് ഇമ്പകരമായ രീതിയിലുള്ള വസ്ത്രധാരണമായിരിക്കണം. അതിൽ തന്നെ എനിക്ക് പറയുന്ന പോലെ ചിലപ്പോൾ മമ്മൂക്ക ഫാൻ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് പുതിയ പുതിയ കാര്യങ്ങളോടും പുതിയ ഫാഷനോടും ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാനിത് വാങ്ങി. പക്ഷെ ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല, ഈ വാങ്ങിച്ച് 1-2 തവണ ഇടുന്ന സാധനങ്ങൾ ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. സാധാരണ നമ്മൾ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇട്ട് പഴകി അങ്ങനെ കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അപ്പൊ വാങ്ങിച്ച് എന്തായാലും എനിക്ക് ഈ ഫീൽഡിൽ ഇത് ഉപയോഗിക്കാൻ, ഇപ്പൊ വാല്യൂ പ്ലസിന്റെ ഓരോ എപ്പിസോഡിലും എനിക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്തിടാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തിടുന്നതിൽ നല്ലതാണല്ലോ, എനിക്ക് അത്രയും പൈസ ചെലവാണ്, പക്ഷെ ഞാൻ അതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. ശ്രീനിവാസൻ പറഞ്ഞല്ലോ ഇവിടെ വരുന്നവർക്കെല്ലാം 100 രൂപ വെച്ച് കൊടുക്കുന്നു കേട്ടു. അങ്ങനില്ല. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് 1-2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതൊരാളിന് കൊടുത്ത് ഒഴിവാക്കുക, മീൻസ് ഒഴിവാക്കുക എന്നല്ല, ആ ആളിനും ഒരു പ്രയോജനമാണ്, നല്ലൊരു ഇത് കിട്ടുകയും ചെയ്യും. അതേസമയം എനിക്ക് ഈ പറയുന്നത് പോലെ എൻ്റെ ആ ഒരു കരിയറിനെ കുറച്ചൊരു അത് ഇപ്പം പറയുന്ന പോലെ ഒരു ഉടുപ്പ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു നല്ല സാധനം വാങ്ങിച്ചാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് കരുതാറുള്ളത്. പിന്നെ അതെനിക്ക് മാനസികമായ സന്തോഷം. വിക്രമാദിത്യന്റെ കസേര പോലെ, കസേര ഇരിക്കുന്ന എല്ലാവർക്കും വിക്രമാദിത്യന്റെ ഇത് കിട്ടും എന്ന് പറഞ്ഞ പോലെ എനർജി പുള്ളിക്കും കിട്ടട്ടെ. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പം സിനിമ ഇനി അവിടുന്ന് ഭക്ഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി കുക്കിംഗ് ഇഷ്ടമാണോ? കുക്കിംഗ് എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷെ സമയം കിട്ടാറില്ല. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ എല്ലാവരും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ തന്നെ വിമർശിക്കുന്നവരുണ്ടാവും. ഞാൻ അവരെ തെറ്റ് പറയില്ല,
ഞാൻ അതായത് നമ്മുടെ ഈ 24 ലോഞ്ച് ചെയ്യുന്നത് വരെ കുക്ക് ചെയ്യുമായിരുന്നു. കാരണം നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത്, നമ്മളൊരു ഡിജിറ്റൽ സ്പേസിലായിരുന്നു അന്നേരം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ തന്നെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു പോർട്ടലിലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡിജിറ്റൽ പോർട്ടലായിരുന്നു. നമുക്ക് ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട്, അതായത് 24 ന്യൂസ് ചാനലായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് പോർട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പരിമിതമായ ആൾക്കാരിരുന്ന് ജോലി ചെയ്ത് അത് നമ്മളെ ഒരു ദിവസത്തെ എല്ലാ വാർത്തകളും അതിൽ ഉൾപ്പെടുത്തുന്ന ഒരു പോർട്ടലായിരുന്നു. അത് വീഡിയോ പോർട്ടലായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ 24ലേക്ക് പിന്നെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ എന്താ പറയുന്നത്, ഏറ്റവും നാടൻ ഭക്ഷണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനത് വിദേശ രാജ്യത്ത് എവിടെ പോയാലും, ഇപ്പം പലയിടത്തും പോകുമ്പം അവർ ചോദിക്കും എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ചോറും ഇച്ചിരി ചമ്മന്തി കുറച്ച് തൈരും ഒരു മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷമാണ്, കുറച്ച് അച്ചാറും എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ പൊതി ചോറുണ്ടാക്കുക അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ കപ്പയും മീൻകറി, അങ്ങനെയുള്ള എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നന്നായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ പിന്നീട് സമയം കിട്ടത്തില്ല. അപ്പോൾ എന്നെ ചിലപ്പോൾ വിമർശിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ പുരുഷന്മാരാണെങ്കിൽ ചിലപ്പം അവർക്ക് വീട്ടിൽ പോയി കഴിയുമ്പം അവർക്ക് വായിക്കാൻ, ഇപ്പോൾ സ്ത്രീ മാധ്യമപ്രവർത്തകരെ കുറിച്ച്, വനിതാ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പൊ ചില ആൾക്കാർക്കെങ്കിലും തോന്നുന്നു ഇവള് വീട്ടിലൊന്നും വെക്കത്തില്ലല്ലോ എന്ന് തോന്നുന്നവരുണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ തോന്നും. അപ്പൊ ആ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞ് കിട്ടുന്ന ഒരു 2-3 മണിക്കൂറുകൾ അല്ലെങ്കിൽ 4 മണിക്കൂർ ഞാൻ അന്നേരം ആ കുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു കണ്ടന്റ് അപ്ഡേഷൻ നടക്കത്തില്ല. അപ്പൊ ഞാൻ എന്റെ കരിയറിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് ഈ ഓടി വന്ന് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് പറ്റില്ല. ഇപ്പൊ ചിലർ വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ കാണും. ഇപ്പോൾ വീട്ടിൽ ചെന്നാൽ അതൊന്നും നോക്കിയില്ലെങ്കിൽ പോലും പിറ്റേ ദിവസം വന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ എന്നെ കൊണ്ടത് പറ്റില്ല. അത് സ്കൂളിലാണെങ്കിലും എനിക്ക് നേരത്തെ തന്നെ ഞാൻ അവിടെ പോയി എൻ്റെ പറയുന്ന അറ്റൻഡൻസ് ബുക്കും ആദ്യത്തെ പീരീഡിൽ പോകാനുള്ള കണ്ടന്റും എല്ലാം പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത ഒരു ശീലമായതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ കുക്കിങ്ങും ഇതും കൂടെ നടന്നു പോവില്ല. നമ്മുടെ ഈ തിരക്ക് അത് പല കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അപ്പോൾ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ അതിന് സമയം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഹിലരി ക്ലിന്റനോട് ഒരിക്കൽ ചോദിക്കുമ്പോൾ പറയാം, അത് നമ്മൾ കുക്ക് ചെയ്ത് തന്നെ കഴിക്കണമെന്നില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാതെയും കഴിക്കാം. നമ്മുടെ ജോലി ഏതാണോ ആ ജോലിയിൽ പെർഫെക്റ്റ് ആകും. പിന്നെ ഈ പറയുന്ന പോലെ അങ്ങനെ വരുമ്പോൾ ആരോഗ്യകരമായ ഭക്ഷണശീലം നമുക്ക് പറ്റാതെയും വരും. കാരണം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നല്ല വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. അതെ, വിശ്വസിക്കാൻ പറ്റും നടത്തുന്നത്. പക്ഷെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, നന്നായി ഞാൻ കുക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇപ്പം എന്നെ കുറിച്ച് പറയുന്ന കഥകളിലൊന്നും ഞാൻ സ്വിഗ്ഗിയിൽ ചൂടുവെള്ളം ഓർഡർ എന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുക്ക് ചെയ്യാൻ അറിയാം. ഇതുപോലെ കുറച്ച് ഫ്രീ ആയിട്ട് സമയം ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ അറിയാം. ഓക്കെ, സാധാരണ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് പ്രണയം തോന്നാറുണ്ട്. ഒരു പുരുഷനോട് പ്രണയം, അമ്മായി അമ്മയോടുള്ള സ്നേഹം കാരണം ഹസ്ബൻഡിനെ സ്വീകരിച്ചു. അതെ അതെ, കാരണം നമുക്ക് എൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ടീച്ചർ അധ്യാപികയായിരുന്നു. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കല്യാണം കഴിക്കുന്നത് വരെ. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സാണെങ്കിലും എനിക്ക് വാങ്ങിക്കുന്ന, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ശമ്പളം കിട്ടിക്കഴിഞ്ഞിട്ട് സാരി വാങ്ങിക്കാനായിട്ട് ഞാൻ 2 സാരി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു, എടുത്തോളാൻ പറയുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് കടയിൽ നിന്ന് നമ്മൾ ഫോൺ വിളിക്കുക. അപ്പോൾ എന്താ കളറ്, നല്ല ഡാർക്ക് കളർ എടുക്കണ്ട, വലിയ പൂവുള്ള സാരി എടുക്കണ്ട. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഒരു ജോലി കിട്ടിയിട്ട് സ്വന്തം കാലിൽ നിന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നത് വരെ ഒരു കാര്യം എൻ്റെ ഇഷ്ടത്തിന്. അപ്പൊ അമ്മ പറയും ഇന്ന ഉടുപ്പ് മതി എന്ന് പറഞ്ഞാൽ ആ ഉടുപ്പ്, ടീച്ചിങ്ങിന് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നിൽ LLBക്കോ അല്ലെങ്കിൽ MSW ഒക്കെ പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ വേണ്ട, ടീച്ചിങ്, നിനക്ക് BDS അഡ്മിഷൻ കിട്ടിയപ്പോൾ അതിന് പോയില്ല, അതിന് പോകാൻ പറ്റത്തില്ലെങ്കിൽ നീ ടീച്ചിങ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടുന്നവരും. ഇത്രയും ഒരു ബോധം ഉള്ള ഒരാളിന്, മീൻസ് ഒരു സിവിക് സെൻസ് ഉള്ള ഒരാളിന് അപ്പൊ അന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു അമർഷം തോന്നില്ലേ? നല്ല പോലെ ഉണ്ട്. കാരണം എൻ്റെ വ്യക്തിത്വത്തെ ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ട്. കാരണം അമ്മയുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതേസമയം മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത ഒരു വ്യക്തിയായിട്ട്, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത്, ഇപ്പോഴല്ലേ നമ്മുടെ ഈ റിയാലിറ്റി ഷോ ഒക്കെ വരുന്നത്, അന്നത്തെ കാലത്ത് പാട്ട്, ഡാൻസ്, പദ്യപാരായണം, പ്രസംഗം, ആദ്യമായിട്ട് തന്നെ ഒരു പ്രസംഗം പദ്യപാരായണ മത്സരത്തിന്, ഒരു ശിശുദിനത്തിന്, ഓൾ കേരള ശിശുദിനത്തിന്
4.5 വയസ്സുള്ളപ്പോഴാണ് അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ ചെറിയ കുട്ടിയെ ഇതൊക്കെ പഠിപ്പിക്കാൻ, നല്ല കഠിനമായിട്ടുള്ള, അതും യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം എന്നൊക്കെ പറയുന്ന. അപ്പോൾ ആ കവിതയൊക്കെ ആ ചെറിയ കുഞ്ഞിനെ പഠിപ്പിക്കാൻ അമ്മ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിലെ മൂല്യബോധം വളർത്താനും ഇതേപോലെയുള്ള കാര്യങ്ങൾ എന്നെ പരിശീലിപ്പിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾക്കുപരിയായി പുസ്തകങ്ങൾ വായിക്കാനും അങ്ങനെയൊക്കെ എൻ്റെ ഒരു ചാലക ശക്തി എന്ന് പറയുന്ന, എനിക്ക് എൻ്റെ രക്തത്തിൽ തന്നെ എന്താ പറയുന്ന അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് അമ്മ. പക്ഷേ അമ്മയുടെ ഈ ഒരു പിടിവാശി, പറയുന്ന കാർക്കശ്യം, അങ്ങനെ പിന്നെ ഞാൻ വിചാരിക്കും ഒരുപക്ഷെ അതില്ലായിരുന്നെങ്കിൽ എന്നെ പിടിച്ചാൽ കിട്ടാത്ത ഒരു ആളായി പോയേനെ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു മര്യാദയുടെ ലോകത്തേക്ക് ഞാൻ മടങ്ങി വന്നതെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഒരു ചെറിയ, അതായത് ഒരു 8ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം ഗുണ്ടായുസവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. പിന്നീടാണ് ഇങ്ങനെ മാറി വന്നത്. പിന്നീട് വീണ്ടും ആ ഗുണ്ടായുസത്തിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും ഇത്രയും നേരം ആദ്യം വന്ന വീണ്ടും തിരിച്ച് ഞാൻ അധ്യാപനത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു ടീച്ചർ ഇന്ന് ലെക്ചർ ചെയ്യുന്ന പോലെയൊക്കെ ഏറ്റവും നല്ല അറിവ്, ഏറ്റവും നല്ല രീതിയിൽ ഇത്രയും നേരം നമുക്ക് ഈ തിരക്കിനിടയിലും, വളരെ തിരക്കേറിയ ഒരു സമയത്തിനിടയിൽ പകർന്നു. വളരെയധികം നന്ദി. തിരക്കെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.